ക്ലോവിസ് ഒന്നാമന്റെയും വിശുദ്ധ ക്ലോഡിൽഡിസിന്റെയും പേരക്കുട്ടിയും രാജാവായിരുന്ന ക്ലോഡയറിന്റെ മകനുമായിരുന്നു വിശുദ്ധ ഗോൺറാൻ. വിശുദ്ധന്റെ സഹോദരന്മാരായിരുന്ന ചാരിബർട്ട് പാരീസിലും സിഗബർട്ട് ഓസ്ട്രീഷ്യയിലും ആധിപത്യമുറപ്പിച്ചിരുന്നതിനാൽ 561 വിശുദ്ധ ഗോൺറാൻ ഓർലീൻസിലെയും ബുർഗണ്ടിയിലെയും ഭരണാധികാരിയായി അധികാരമേറ്റു. സാവോണിലെ ചാലോൺസ് ആയിരുന്നു വിശുദ്ധന്റെ അധികാരപരിധിയുടെ തലസ്ഥാനം. അത്യാഗ്രഹികളായിരുന്ന തന്റെ സഹോദരന്മാർക്കെതിരെയും ലോംബാർഡുകൾക്കെതിരെയും ആയുധമെടുക്കേണ്ടി വന്നപ്പോൾ മോമോൾ എന്ന സൈനിക നായകന്റെ നേതൃത്വത്തിൽ നേടിയ വിജയങ്ങൾ തന്റെ അധീനതയിലുള്ള പ്രദേശങ്ങളിൽ സമാധാനം ഉറപ്പുവരുത്തുവാൻ വേണ്ടി മാത്രമാണ് വിശുദ്ധൻ ഉപയോഗിച്ചത്. രാജാവായിരിക്കെ താൻ ചെയ്ത തെറ്റുകൾക്കെല്ലാം വിശുദ്ധൻ തന്റെ കണ്ണുനീരുകൊണ്ടും അനുതാപ പ്രവർത്തികൾ കൊണ്ടും പരിഹാരങ്ങൾ ചെയ്തു. തന്റെ മാത്രം സന്തോഷത്തിന് വേണ്ടിയല്ല, മറ്റുള്ളവരുടെ സന്തോഷത്തിനും കരുതൽ നൽകിക്കൊണ്ടാണ് വിശുദ്ധൻ തന്റെ ഭരണം നിർവഹിച്ചത്. അഹംഭാവം, അസൂയ, അത്യാഗ്രഹം തുടങ്ങിയ തിന്മയുടെ സ്വാധീനം വിശുദ്ധനെ തെല്ലും ബാധിച്ചില്ല. ദൈവഭക്തി മാത്രമായിരുന്നു വിശുദ്ധന്റെ ഭരണത്തിന്റെ അടിസ്ഥാനം. സുവിശേഷങ്ങളിൽ പ്രമാണങ്ങൾക്ക് മാനുഷിക നയങ്ങളെ മാതൃകയാക്കുവാൻ സാധിക്കുകയില്ല എന്ന് വിചാരിച്ചിരുന്നവർക്കുള്ള മറുപടിയായിരുന്നു യുദ്ധരംഗത്തും സമാധാന രംഗത്തും അദ്ദേഹത്തിന്റെ ഭരണത്തിന് കീഴിൽ നേടിയ പുരോഗതി. സഭാ പുരോഹിതന്മാരോടും പാസ്റ്റർമാരോടും വളരെ ബഹുമാനപൂർവമായിരുന്നു വിശുദ്ധൻ പെരുമാറിയിരുന്നത്. അവരെ തന്റെ പിതാവിനെ പോലെ കണ്ട് ആദരിക്കുകയും തന്റെ ഗുരുക്കന്മാരെ പോലെ കണ്ട് ബഹുമാനിക്കുകയും അവരുടെ നിർദ്ദേശങ്ങളെ പാലിക്കുകയും ചെയ്തിരുന്നു. അടിച്ചമർത്തപ്പെട്ടവരുടെ സംരക്ഷകനായിരുന്നു വിശുദ്ധൻ. മാത്രമല്ല, തന്റെ രാജ്യത്തെ ജനങ്ങളെ വിശുദ്ധൻ തന്റെ മക്കളെ പോലെയാണ് കണ്ടിരുന്നത്. പ്രത്യേകിച്ച് പകർച്ചവ്യാധിയുടെയും ക്ഷാമത്തിന്റെയും വേളകളിൽ അവർക്ക് വലിയൊരു പ്രത്യാശ നൽകുവാൻ വിശുദ്ധന് സാധിച്ചു. രോഗികളോട് വിശുദ്ധൻ ആഴമായ കരുണ വെച്ച് പുലർത്തിയിരുന്നു. ഉപവാസം, പ്രാർത്ഥന തുടങ്ങിയ ഭക്തിമാർഗങ്ങൾ വിശുദ്ധൻ പതിവാക്കിയിരുന്നു. രാത്രിയിലും പകലും വിശുദ്ധൻ തന്നെ ദൈവത്തിനായി സമർപ്പിച്ചു. തന്റെ നീതിയുടെ അൾത്താരയിൽ എപ്പോൾ വേണമെങ്കിലും സ്വയം സമർപ്പിക്കുവാൻ സന്നദ്ധനായിരുന്നു വിശുദ്ധൻ. ഉദ്യോഗസ്ഥരുടെയും മറ്റുള്ളവരുടെയും തെറ്റുകൾക്ക് അദ്ദേഹം കഠിനമായ ശിക്ഷകൾ തന്നെ നൽകിയിരുന്നു. മാത്രമല്ല, യുക്തപൂർണമായ നിയമങ്ങൾ വഴി തന്റെ സൈനികരുടെ തന്നിഷ്ടങ്ങൾ അദ്ദേഹം തടഞ്ഞിരുന്നു. രാജകീയ പ്രൗഢിയോടുകൂടി നിരവധി ദേവാലയങ്ങളും ആശ്രമങ്ങളും വിശുദ്ധൻ പണികഴിപ്പിച്ചു. 31 വർഷവും കുറച്ചു മാസങ്ങളും വിശുദ്ധൻ തന്റെ രാജ്യം നീതിപൂർവം ഭരിച്ചു. വിശുദ്ധ ഗോൺറാൻ തന്റെ മരണത്തിനു മുൻപും പിൻപുമായി നിരവധി അത്ഭുത പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുള്ളതായി ടൂർസിലെ വിശുദ്ധ ഗ്രിഗറി പറയുന്നു. ഇതിൽ ചിലതിന് അദ്ദേഹം ദൃക്സാക്ഷിയുമായിരുന്നു. തന്റെ 68ാമത്തെ വയസ്സിൽ 593 മാർച്ച് 28-നാണ് വിശുദ്ധൻ മരണമടയുന്നത്. അദ്ദേഹം തന്നെ സ്ഥാപിച്ചിരുന്ന മാർസെല്ലോസ് ദേവാലയത്തിലാണ് വിശുദ്ധനെ അടക്കം ചെയ്തിരിക്കുന്നത്.